ഈ ഒരു ബെഞ്ച് മാർക്ക് ഒരു കാലത്ത് വലിയ പാടായിരുന്നു, 100 കോടി അല്ലെങ്കിൽ 50 കോടി എന്നൊക്കെ പറയുന്നത്. ഇപ്പം 100 കോടി നേടുന്ന ചിത്രങ്ങൾ ചറപറയുണ്ട്. മലയാള സിനിമ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവാണ്. കളക്ഷനിൽ വാഴ 2 ഒക്കെ 200 കോടിയിലേക്ക് കുതിക്കുകയാണ്. വേഗത്തിൽ 100 കോടി നേടിയ 10 ചിത്രങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനകത്ത് 10ാം സ്ഥാനത്ത് 12 ദിവസം കൊണ്ട് 100 കോടി നേടിയത് ലൂസിഫർ ആണ്. പൃഥ്വിരാജിന്റെ ആദ്യത്തെ ഡയറക്ഷൻ, മോഹൻലാൽ നായകനായ സിനിമ. ഇതാണ് 10ാം സ്ഥാനത്ത് നിൽക്കുന്ന പടം. 9ാം സ്ഥാനത്ത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സും 12 ദിവസം കൊണ്ടാണ്, അതും വേഗത്തിൽ 100 കോടിയുടെ 9ാം സ്ഥാനത്ത് നിൽക്കുന്ന ചിത്രമാണ്. അടുത്തത് 11 ദിവസം കൊണ്ട് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത 2018. ഭയങ്കരമായിരുന്നു. ആ ഒരു ട്രെൻഡ് സെക്ടർ ആയിരുന്നു ഈ സിനിമകളെല്ലാം. 11 ദിവസം കൊണ്ട് 2018 ഈ പറഞ്ഞ പോലെ 100 കോടി, വേഗത്തിൽ 100 കോടി നേടി. അതിനുശേഷം നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്ന് പറയാം. നിവിൻ പോളിയുടെ സർവമായ, അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ 10 ദിവസം കൊണ്ട് 100 കോടി കരസ്ഥമാക്കി. അടുത്ത 6ാം സ്ഥാനത്ത് പൃഥ്വിരാജ് നായകനായി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതമാണ്. 9 ദിവസം കൊണ്ട് 100 കോടി നേടിയ ചിത്രമാണ് ആടുജീവിതം. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആട് 3 ആണ്. വെറും 8 ദിവസം കൊണ്ട് 100 കോടി നേടിയ ചിത്രമാണ്. ഇത് പറഞ്ഞ പോലെ ജയസൂര്യയുടെ ആദ്യത്തെ 100 കോടി ചിത്രവും ആട് 3 ആണ്. 2026 തന്നെ ഇതുവരെയും ഇറങ്ങിയതിൽ ഏപ്രിൽ വരെയുള്ള ചിത്രങ്ങളിൽ അതിഗംഭീര കളക്ഷൻ, പ്രതീക്ഷിക്കാത്ത ഗംഭീര കളക്ഷനുമായിട്ട് ഹാഷിറും പിള്ളാരും തൂക്കിയ വാഴ 2 ആണ്. 4ാം സ്ഥാനത്ത് വെറും 7 ദിവസം കൊണ്ടാണ് ഈ സിനിമ 100 കോടി അടിക്കുന്നത്. അടുത്തത് ലോകയാണ്. ലോക 7 ദിവസം കൊണ്ട് 100 കോടി നേടിയ സിനിമയാണ്. ഈ പറഞ്ഞ പോലെ കല്യാണി പ്രിയദർശൻ നായിക പ്രാധാന്യമുള്ള സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടാണ് വെറും ചുരുങ്ങിയ ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് 100 കോടി നേടിയത്. തുടരും. മോഹൻലാൽ നായകനായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത സിനിമ ഒരു ട്രെൻഡ് സെക്ടർ ആയിരുന്നു. ആ സിനിമയും ഈ സിനിമയും ഈ പറഞ്ഞ പോലെ 6 ദിവസം കൊണ്ട് 100 കോടി നേടിയ ചിത്രമാണ്. ഇനി ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ പറഞ്ഞ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന എമ്പുരാൻ വെറും 2 ദിവസം കൊണ്ടാണ് 100 കോടി കളക്ട് ചെയ്തത്. ഈ ടോപ്പ് 10ൽ മോഹൻലാലിന്റെ 3 ചിത്രങ്ങളാണ് വന്നിരിക്കുന്നത്: എമ്പുരാനെ, ലൂസിഫർ, തുടരും.